പ്രിയപ്പെട്ടവരെ, ഇന്ന് സന്തോഷ ദിനമാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഏറെ അഭിമാനത്തോടെ നെഞ്ചേറ്റിയ സഹപ്രവർത്തകർക്ക് ഏറെ അഭിമാനം നൽകുന്ന ദിനം ആണ് ഇന്ന്. മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിനം. നീണ്ട 77 വർഷം തികയുന്ന ഈ ഒരു സുന്ദര നിമിഷത്തില് മുസ്ലിം ലീഗിനെ കുറിച്ച് ഇന്നത്തെ തലമുറ എത്രത്തോളം അവരുടെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനു വേണ്ടിയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഇന്നത്തെ ദിനത്തിൽ മുസ്ലിം ലീഗിനെ അറിയുന്നതിനു വേണ്ടി ഈ സ്ഥാപക ദിനത്തിൽ പ്രിയങ്കരനായ മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ MSFന്റെ മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി അംഗം, പ്രസംഗവേദിയിലെ പ്രോദ്യോജല പ്രഭാഷകൻ, കൃത്യമായി തന്നെ ചരിത്ര അധ്യാപകൻ കൂടിയായിട്ടുള്ള ബഹുമാന്യനായ നബീൽ വട്ടപ്പറമ്പ് ഇന്ന് നമുക്ക് വേണ്ടി മനസ്സ് തുറക്കുകയാണ്. മുസ്ലിം ലീഗ് സ്ഥാപക ദിനം എന്നുള്ളത് കൊണ്ട് ഏറെ അഭിമാന നിമിഷം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് എത്രത്തോളം ഇന്നത്തെ തലമുറ മുസ്ലിം ലീഗിനെ എത്രത്തോളം നെഞ്ചേറ്റുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ പ്രിയങ്കരനായ നബീൽ വട്ടപ്പറമ്പ് നമ്മൾ സൂചിപ്പിക്കും. അതിന് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട നബീലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിനമാണ്. നബീലിന്റെ പ്രസ്ഥാനത്തെക്കുറിച്ച്, പ്രസ്ഥാനത്തിലൊരു അംഗമായി എന്നതിനെ കുറിച്ച്, ആദ്യം അഭിമാന നിമിഷത്തെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഈ സ്ഥാപക ദിനത്തെ നോക്കിക്കാണുന്നത്. 77 വർഷം. 1948 മാർച്ച് മാസം 10-ാം തീയതി മദ്രാസിൽ വെച്ചുകൊണ്ട്, രാജാജി ഹാളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയൊരു പ്രസ്ഥാനം പുനഃസംഘടിപ്പിക്കപ്പെടുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുനഃസംഘടിപ്പിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. 1906 മുതൽ സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ സാഹചര്യങ്ങളാൽ അത് അവിടെ കട്ട് ചെയ്തുകൊണ്ട് പിന്നീട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നാമധേയത്തിൽ ഇത് പുനഃസംഘടിപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. ഒരു മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലയിൽ അങ്ങേയറ്റം സന്തോഷം, അതിലേറെ അഭിമാനം. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം നാളിതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ, ഇതുവരെ വിളിച്ച മുദ്രാവാക്യങ്ങൾ മാറ്റി വിളിക്കാതെ, പിടിച്ച കൊടി മാറ്റി പിടിക്കാതെ, അല്ലെങ്കിൽ അന്നത്തെ മുദ്രാവാക്യം അതേ ആദർശം ഇന്നും ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ പ്രസംഗത്തിൻ്റെ ഒരു ഇതിൽ പറയല്ലോ, 77 വർഷം ഒരു മനുഷ്യന്റെ ഒരു ഏതൊരു സംഘടനയാകട്ടെ, മനുഷ്യനാകട്ടെ, എന്തായാലും ഒരു 77 എന്ന് പറയുന്നത് ഒരു വാർദ്ധക്യത്തിന്റെ കാലമാണ്. പക്ഷെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വാർദ്ധക്യത്തിന്റെ നരയില്ല. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വാർദ്ധക്യത്തിന്റെ ചുളിവില്ല. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വാർദ്ധക്യത്തിന്റെ വളവില്ല. പകരം 77 വയസ്സ് പൂർത്തീകരിക്കുമ്പോഴും അങ്ങേയറ്റം യുവതയുടെ ചുറുചുറുക്കോട് കൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുന്നോട്ട് പോവുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൃത്യമായ വിഷയമുണ്ട്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് എന്നുള്ള ആ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് ഒരു വീണ തെറ്റാതെ മുസ്ലിം ലീഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും സജീവമായ രാഷ്ട്രീയ പ്രസ്ഥാനം. നമുക്ക് മുസ്ലിം ലീഗുകാർ മാത്രമല്ലല്ലോ പറയുന്നത്, മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നവരും മുസ്ലിം ലീഗിന്റെ എതിർചേരിയിൽ നോക്കി നിൽക്കുന്നവരും എല്ലാവരും പറയുന്നത് എന്താണ്, ഏറ്റവും സജീവമായ ഒരു സംഘടന, ഏറ്റവും ആക്റ്റീവായ ഒരു യുവജന സംഘടന ഈ പ്രസ്ഥാനത്തിനുണ്ട്, ഏറ്റവും ലൈവായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന, ഏറ്റവും അങ്ങേറ്റം എക്സ്ട്രീമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നമ്മുടെ പ്രവാസി ലോകത്തുള്ള സംഘടന, അങ്ങനെ എല്ലാം തൊഴിലാളി സംഘടന, അങ്ങനെ ഏതൊരു മേഖലയിലും, അധ്യാപക സംഘടന, ഏതൊരു മേഖലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ലൈവായിട്ട് നിൽക്കുന്ന, സജീവമായിട്ട് നിൽക്കുന്ന 24/7 എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മാത്രമല്ല, ഈ ബഹുസ്വരത നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത്, വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത്, ആ വൈവിധ്യങ്ങളെയും ഇന്ത്യൻ പാരമ്പര്യങ്ങളെയും ഇന്ത്യൻ സംസ്കാരത്തെയും നെഞ്ചിലേറ്റിക്കൊണ്ട് ഒരു മതത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പോഴും അങ്ങേയറ്റം സെക്കുലറായി പ്രവർത്തിക്കുന്ന, മതേതരത്വം മുറുകെ പിടിക്കുന്ന, ഇപ്പം രാജ്യത്തിന്റെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നിങ്ങൾ ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അഭിമാനത്തോടുകൂടി
നമ്മൾ മുസ്ലിം ലീഗിന്റെ മെമ്പറാകുകയാണ്. അഭിമാനത്തോടു കൂടിയാണ് നാടുകളിൽ നമ്മൾ മുസ്ലിം ലീഗുകാരനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഏതായാലും ഇന്നത്തെ ആ ഒരു ദിനത്തെ കുറിച്ച് ഒരു അഭിമാന നിമിഷം എന്നതിനെ കുറിച്ച് രബീൽ വിശദീകരിച്ചു. അപ്പോൾ മുസ്ലിം ലീഗ് എന്താണ്, ഏതിനാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ, എൻ്റെ ഒരു കണക്കൂട്ടല്, ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാഴ്ചപ്പാട് നമ്മളൊക്കെ മുസ്ലിം ലീഗ് ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മുസ്ലിം എന്ന് പേരുള്ള സംഘടനയാണെങ്കിൽ പോലും ആ മുസ്ലിം ലീഗിനെ ഈ 140 കോടി ജനതയും ഇന്ത്യൻ പാർലമെന്റിനകത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി അവിടെ സംസാരിക്കുമ്പോൾ എത്രത്തോളം ആ ഒരു പ്രതിനിധിയെ 543 MP-മാരുള്ള ഒരു ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത സഭയായ പാർലമെന്റിനകത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി ഉയർത്തി നിൽക്കുമ്പോൾ അവിടെ നെയ്റ്റ് 2 വാക്ക് സംസാരിക്കുമ്പോൾ എത്രത്തോളം പാർലമെന്റിനകത്ത് മുസ്ലിം ലീഗിന്റെ പ്രസക്തിയെ കുറിച്ച് നബീൽ ഒന്ന് വിശദീകരിക്കുക. കൃത്യമായിട്ട് അത് പറയേണ്ട വിഷയമാണ്. പാർലമെന്റിനകത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം അത് ഓണറബിൾ എക്സിസ്റ്റൻസ് ഓഫ് ദി മൈനോറിറ്റി, തീർച്ചയായും ഒരു ജനതയുടെ അഭിമാനകരമായ അസ്തിത്വം, നിലനിൽപ്പ്, അത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു മുദ്രാവാക്യവുമായിട്ട് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ പ്രസ്ഥാനം പുനഃസംഘടിപ്പിക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് മാസം 14 അർദ്ധരാത്രി നമുക്ക് കിട്ടുന്നു. അതേ ദിവസം മൗണ്ട് ബാറ്റൺ പ്ലാൻ അനുസരിച്ച് ബ്രിട്ടീഷുകാരനായ അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ ആ രൂപം അനുസരിച്ച്, പ്ലാൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പഞ്ചാബും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ബംഗാളും. ഇപ്പൊ നമ്മൾ ആലോചിക്കും പഞ്ചാബ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. കാരണം നമ്മുടെ ധാരണ എന്താണ്, പഞ്ചാബികൾ സിഖുകാർ എന്നുള്ള രീതിയിലാണല്ലോ. പക്ഷെ പഞ്ചാബ് അങ്ങേയറ്റം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കിഴക്ക് ഭാഗത്ത് ബംഗാളും, ഈ 2 പ്രവിശ്യകളാണ് അന്ന് വിഭജിക്കപ്പെടുന്നത്. അതോടുകൂടി ഇന്ത്യ രാജ്യത്തിന്റെ അതുവരെയുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ മാറുകയാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രം പിറവെടുക്കുന്നു. അതോടുകൂടി ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത അനാർക്കി ഉണ്ട്, അരാജകത്വമുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു, പാകിസ്ഥാനിൽ തിരിച്ച് ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു. നമ്മൾ 2 പറയണം. ഇവിടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അഭയാർത്ഥികളാക്കപ്പെടുന്ന കാലം, അവിടെ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ അഭയാർത്ഥികളാക്കപ്പെടുന്ന കാലം. പിറന്നു വീണ മണ്ണിൽ, ജനിച്ചു വീണ നാട്ടിൽ നിന്ന് ആട്ടിവിടപ്പെടുന്ന ഒരു ഭയാനകരമായ സാഹചര്യം. ആ സാഹചര്യത്തിൽ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ ഒരു ജനത. ഇനി ഞങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല, ഇനി ഞങ്ങൾക്ക് ആരുമില്ല. ഗാന്ധി കൊല്ലപ്പെട്ട ഒരു സാഹചര്യം. ഇന്ത്യയുടെ പ്രതീക്ഷയായ, ഇന്ത്യയുടെ വിളക്കായ, നെഹ്റുവിന്റെ ഭാഷ കടമെടുത്താൽ 1948 ജനുവരി മാസം 30 നാദൂറാം വിനായക ഗോഡ്സെയുടെ വെടിയുണ്ട ഏറ്റുവാങ്ങി ഗാന്ധിജി മണ്ണോട് ചേർന്നപ്പോ നെഹ്റു പറയുന്നത് ഇന്ത്യയുടെ പ്രകാശം അണഞ്ഞുപോയി എന്നാണ്. അതേപോലെ ഒരു ജനതയുടെ പ്രകാശം അണഞ്ഞുപോയ ഒരു സാഹചര്യത്തിൽ, അത് പ്രത്യേകിച്ച് വേട്ടയാടപ്പെടുന്ന ഒരു സമുദായം, ഒരു കമ്മ്യൂണിറ്റി, ആരോരും ഇല്ലാതെ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യുക, ഞങ്ങൾക്ക് ഇനി ആരാ ഉള്ളത് എന്നുള്ള വല്ലാത്ത ഒരു ശൂന്യതയിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം സമ്മാനിച്ചുകൊണ്ട് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മദ്രാസിൽ എന്ത് ചെയ്യുന്നത്, ഈ പ്രസ്ഥാനത്തെ പുനഃസംഘടിപ്പിക്കപ്പെടുന്നത്. ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് വേണോ? കാരണം സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ പേരിൽ വലിയൊരു പാപഭാരം അന്നുണ്ട്. നമുക്കറിയാം, വിഭജനത്തിന്റെ പാപഭാരം. അത് എത്രത്തോളമാണ് മുസ്ലിം ലീഗിനെ നമുക്ക് ചുമത്താൻ കഴിയാന്നുള്ളത് മറ്റൊരു വിവാദ വിഷയമാണ്. നമ്മൾ ആ മേഖലയിലേക്ക് പോകുന്നുണ്ട്. കാരണം വലിയൊരു വിശാലമായ ചർച്ചയിലേക്ക് പോകും. നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ അത് വേണ്ട, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ നിലനിൽക്കുമ്പോൾ എന്തിനാണ് മുസ്ലിം ലീഗ് എന്നൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരെ ചോദിച്ച സാഹചര്യം. അതെ, നെഹ്റുജി അടക്കം ചോദിച്ചു. അന്നും മുസ്ലിം ലീഗിന്റെ നേതാവ് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്ക് അവിശ്വാസം ഉണ്ടായിട്ടല്ല, പക്ഷേ ഇസ്മായിൽ സാഹിബ് ചോദിച്ചതുപോലെ കോൺഗ്രസ് എന്നും ഇന്ത്യ ഭരിക്കുമോ, എന്നും നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മുസ്ലിം ലീഗ് നമുക്ക് വേണമെന്ന് ആലോചിക്കാം. പക്ഷേ നമുക്ക് അങ്ങനെ ഉറപ്പില്ലല്ലോ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മളുടെ ഇന്ത്യ രാജ്യത്തും ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത ഇന്ത്യയുടെ ജനാധിപത്യം തന്നെയാണ്. 1951 ഒക്ടോബറിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. 52 ഫെബ്രുവരി മാസം നീണ്ടുനിന്ന ആ ഒരു വലിയ ഇലക്ഷൻ പ്രോസസ് ഇപ്പോഴും വളരെ സജീവമായിട്ട് നമ്മളെ തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് ഇന്ത്യയിലെ ജനാധിപത്യം നമ്മളത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരു രാജ്യത്ത്
സകലതും നമ്മുടെ രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്ന ഒരു ഇന്ത്യ. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ എല്ലാം രാഷ്ട്രീയക്കാരാൽ തീരുമാനിക്കപ്പെടുന്ന ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ സജീവമായി നിൽക്കുന്നതായി 100-ലധികം രാഷ്ട്രീയ സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ലീഗായി എന്നുള്ളതിനോടുള്ള ഉത്തരമാണ്, എന്തുകൊണ്ട് നിങ്ങൾ മുസ്ലിം ലീഗായി എന്നതിനോടുള്ള ഉത്തരമാണ് സത്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പാർലമെന്റിലെ ഇടപെടലുകൾ എന്ന് പറയുന്നത്. തീർച്ചയായും സത്യത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്തില്ല, ഒരുപാട് എംപിമാരൊന്നും ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനെ പോലെയോ ഈവൻ CPM പോലെയുള്ള അംഗസംഖ്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ പാർലമെന്റേറിയന്മാരുള്ള ലോക്സഭയിൽ 3 പേരും രാജ്യസഭയിൽ 2 പേരും ഈ കാലഘട്ടത്തിലാണ്. നമ്മൾ അഭിമാനത്തോടു കൂടി നമുക്ക് 5 എംപിമാരുണ്ട് എന്ന് പറയുന്നത്. അതും എവിടെ 543 എംപിമാരുള്ള ലോക്സഭയിൽ നമുക്ക് 3 പേരാണ്. 250 എംപിമാരുള്ള രാജ്യസഭയിൽ നമുക്ക് 2 പേരാണ്. പക്ഷേ ഈ 5 പേരെ ഇന്ത്യയിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ജനവിഭാഗത്തിന്റെ ശബ്ദമായിട്ട് എല്ലാവരും കാണുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിന്റെ എംപിമാര് മുൻപ് ചെയ്തിട്ടുള്ള ഇടപെടലുകളാണ്. ഒരിക്കലും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്താണ് നമ്മളെല്ലാവരും ലോകത്ത് എന്ത് നടന്നാലും #ടാഗ് ഇടാനും അല്ലെങ്കിൽ കമന്റ് ഇടാനും പോസ്റ്റ് ഇടാനും ഒക്കെ നമ്മൾ സജീവമാണ് അല്ലേ. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ആ 10ാം ക്ലാസ്സുകാരന്റെ അതിദാരുണമായ കൊലപാതകം, നമ്മളെല്ലാവരും വലിയ പ്രയാസത്തിലാണ്. വലിയ അങ്ങേയറ്റം നമ്മൾ ഈ ഗ്യാങ്ങിസത്തിനും ഡ്രഗ്സിനൊക്കെ എതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് മാറ്റം ഉണ്ടാകണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പീഡിയത്തണ്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് എങ്ങനെ ഇടപെടുന്നു? കാരണം അവിടെയാണല്ലോ അത് നിയമനിർമ്മാണ സഭയാണ്, അവിടെയാണ് ജനങ്ങൾ നോക്കുന്നത്. അതിനകത്ത് ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടാം, പക്ഷേ രാജ്യത്തെ നിയമനിർമ്മാണ സഭയിൽ നിയമം ഉണ്ടെങ്കിലേ രാജ്യത്ത് അത് പ്രാബല്യത്തിൽ വരുള്ളൂ. തീർച്ചയായിട്ടും പാർലമെന്റിനകത്ത് ഇടപെടലുകളാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം പ്രഥമ നെഹ്റുജിയുടെ ഗവൺമെന്റിന്റെ സമയത്ത് തന്നെ അന്ന് നമുക്ക് മുസ്ലിം ലീഗിനെ ഒരേ ഒരു എംപിയാണ് പോക്കർ സാഹിബിന്റെ ഇടപെടലുകൾ എത്രയോ ശ്രദ്ധേയമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ സ്പെഷ്യൽ മാരേജ് ആക്ടുമായി ബന്ധപ്പെട്ട മുസ്ലിം വിവാഹ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുസ്ലിങ്ങൾ വിശ്വസിച്ചു പോരുന്ന ശരീഅത്ത് നിയമം, ഈ ശരീഅത്ത് നിയമത്തിനെതിരായിട്ടുള്ള നമ്മൾ പരമ്പരാഗതമായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ഒരു വിശ്വാസത്തിനെതിരായിട്ടുള്ള നിയമനിർമ്മാണം പാർലമെന്റിൽ ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ പോക്കർ സാഹിബാണ് അവിടെ നമ്മൾ ചരിത്ര പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ടല്ലോ, നോ എന്ന് ഇന്ത്യയുടെ ലോക്സഭയിൽ ഉറക്കെ വിളിച്ചു പറയുന്നു. പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു വിശാലമായ കൺസെപ്റ്റ്, ഒരു പോക്കർ സാഹിബ് ഈ നിയമം പാടില്ല എന്ന് പറയുമ്പോൾ നെഹ്റുവിന്റെ ഒരു വാക്ക് കൂടിയുണ്ട്. അത് വെറും പോക്കർ സാഹിബിന്റെ നോ അല്ല, അതൊരു കമ്മ്യൂണിറ്റിയുടെ നോയാണ്. അങ്ങനെ പോക്കർ സാഹിബ് നോ എന്ന് പറയുമ്പോൾ അവിടെ അത്തരം ചർച്ചകളെ അവസാനിക്കാനുള്ള കാരണം വിശാല മനസ്കതയുള്ള നമ്മുടെ നെഹ്റുജി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് കൂടിയാണ്. ഞാൻ പറഞ്ഞു വന്നത് അന്നൊരു പോക്കർ സാഹിബ് ഉണ്ടായിരുന്നു ഒരു നോ പറയാൻ. പിന്നീട് നമ്മൾ എണ്ണിയോലൊടുങ്ങാത്ത സേവനങ്ങൾ പറഞ്ഞ നമ്മൾ എക്കാലത്തെയും മികച്ച പാർലമെന്ററിയന്മാരിൽ ഒരാളായിട്ടുള്ള നമ്മുടെ ബനാത്വാല സാഹിബ്, ഗുലാം മഹമ്മൂദ് ബനാത്വാല സാഹിബിന്റെ ഇടപെടലുകൾ, ഇപ്പോൾ ഷാബാനു കേസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു വലിയ കൊല്ലാത്ത കേസാണ്. അതും നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ശരീഅത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവാദം വരുന്നു. അന്ന് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ സമയത്ത് ബനാത്വാല സാഹിബ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാർലമെന്റിനകത്ത് കൊണ്ടുപോയി അവിടെ വായിച്ച് സംഭവങ്ങൾ നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ, അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ വിശ്വാസം ഇന്നതാണ്, ആ കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതൊരു വിഭാഗത്തെ വ്രണപ്പെടുത്തും, അത് മറ്റുള്ള കമ്മ്യൂണിറ്റികൾക്ക് ബാധിക്കുന്ന വിഷയമേ അല്ല, മറ്റുള്ളവർക്ക് ആശങ്കപ്പെടേണ്ടതോ മറ്റു ഇതര സമുദായങ്ങൾക്ക് വേദനിക്കുന്ന ഒരു പ്രോബ്ലം അല്ല, അതൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നതാണ്, അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ വിഷമിപ്പിക്കരുത് എന്ന് പാർലമെന്റിനകത്താണ് പറയുന്നത്. പാർലമെന്റിനകത്ത് പറഞ്ഞ് നിയമനിർമ്മാണ പ്രക്രിയയിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവകാശങ്ങൾ ന്യായമായി ചോദിച്ചു വാങ്ങുന്ന ബനാത്വാല സാഹിബ്. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ വികാരം വ്രണപ്പെടുന്ന രീതിയിലായിരുന്നു ഒരു കാലത്തൊരു പുസ്തകം
പ്രവാചകനെയും പ്രവാചക പത്നിമാരെയും വലിയ രീതിയിൽ ഹോണ്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന ഒരു പുസ്തകം സൽമാൻ റുഷ്ദി ഇറക്കുന്നു. അതിനെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ബനാത്വാല സാഹിബിന്റെ ഇടപെടലിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്കാണ് ബാബരി മസ്ജിദിന്റെ ധ്വംസൻ. നമുക്ക് മതേതര ഇന്ത്യ, ഒരു മുസൽമാൻ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ വല്ലാത്ത നോവാണ് ബാബരി മസ്ജിദ് ധ്വംസം. ആ സമയത്ത് ഇനിയൊരു പള്ളികളോ ഇനിയൊരു അമ്പലങ്ങളോ ഇനിയൊരു ഗുരുദ്വാരകളോ തകർക്കപ്പെടാൻ പാടില്ല. അങ്ങനെയാണ് പ്രൈവറ്റ് ബില്ലുമായിട്ട് സ്വകാര്യ ബില്ലുമായിട്ട് ബനാത്വാല സാഹിബ് കടന്നു വരുന്നത്. നമ്മൾ കട്ട് ഓഫ് ഡേറ്റ് ബില്ല് എന്നൊക്കെയാണ് അതിനെ ചരിത്രത്തിൽ വിളിക്കുന്നത്. അതായത് 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ഒരു കട്ട് ഓഫ് ഡേറ്റ് ആയി നോക്കുക. ആ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് പള്ളിയായിട്ടുള്ളതിനെ പള്ളിയായിട്ട് തുടരാൻ, അമ്പലമായിട്ടുള്ളതിനെ അമ്പലമായിട്ട് തുടരാൻ, ഇനി ഗുരുദ്വാരകളോ മറ്റു ആരാധനാലയങ്ങളോ അത് അങ്ങനെ ആയിട്ട് തുടരാൻ അനുവദിക്കുക എന്ന് പറഞ്ഞ് നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് അങ്ങനെ ഒരു സ്പെഷ്യൽ ബില്ല് കൊണ്ടുവരുന്നു, പ്രൈവറ്റ് ബില്ല് കൊണ്ടുവരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിനുശേഷമാണ് ഈ ധ്വംസനം നടക്കുന്നത്. പക്ഷെ അപ്പോഴും ബാബരി മസ്ജിദിന്റെ കേസ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം, ഇനിയൊരു മറ്റുള്ള കേസുകൾ ഈ രീതിയിൽ ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. അതായത് ബനാത്വാല സാഹിബിന്റെ ഇടപെടലിന്റെ സ്വകാര്യ ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടുമായിട്ട് അന്നത്തെ PV നരസിംഹറാവു ഗവൺമെന്റ് ആ നിയമം പാസ്സാക്കുന്നത്. ഒരു പരിധി വരെ ആ നിയമമല്ലേ 2024-ലും 2025-ലൊക്കെ നമ്മൾ ചർച്ച ചെയ്തത്. അല്ലെ, പല പല പള്ളികൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇതും വരുമ്പോൾ രാജ്യം ഇനിയും ഒരു വർഗീയ കലാപങ്ങളിലേക്ക് പോകുമോ എന്ന ആശങ്ക ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോഴും കോടതികളിൽ പോയിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ സാധിക്കുന്നത് ഇങ്ങനൊരു പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട്, ആരാധനാലയ സംരക്ഷണ നിയമം ഉണ്ടായതുകൊണ്ടാണ്. അതിന്റെ പുറകിൽ ആരാണ്? ബനാത്വാല സാഹിബ്. അതാരാണ്? മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം. നമ്മൾ പറയുന്നത് ബനാത്വാല സാഹിബിന്റെ ഇടപെടൽ കാരണം പള്ളി സംരക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പള്ളികളും അമ്പലങ്ങളും സംരക്ഷിക്കപ്പെട്ടു. ഈ രാജ്യത്ത് ആയിരക്കണക്കിന് വർഷക്കാലം ഭരിച്ചത് ഹൈന്ദവ രാജാക്കന്മാരാണ്. 800 വർഷക്കാലം ഭരിച്ചത് മുസ്ലിം ഭരണാധികാരികളാണ്. ഒരു പക്ഷേ നമുക്കറിയില്ല, ഒരു പക്ഷേ പല തരത്തിലുള്ള എന്തുണ്ടായേക്കാം, ഒരു വർഗീയമായിട്ട് ചേരിതിരിവ് ഒരു പക്ഷേ നമുക്കറിയില്ല. നമ്മൾ ചരിത്രത്തിൽ അങ്ങനെ വായിച്ചു പഠിച്ചിട്ടില്ല. പക്ഷെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് ചരിത്രമാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു ഇന്ത്യയുടെ സംസ്കാരവും പാരമ്പര്യവും നിലനിൽക്കുന്ന തരത്തിൽ ഇനിയൊരു വർഗീയ കലാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഇനിയൊരു ആരാധനാലയങ്ങൾ ഇവിടെ തകർക്കപ്പെടാൻ പാടില്ല എന്നുള്ള വിശാലമായ കൺസെപ്റ്റ്. ഈ രാജ്യം എന്ന് പറയുന്നത് നെഹ്റുവിന്റെ ഭാഷ കടമെടുത്താൽ ഇതൊരു പൂന്തോട്ടമാണ്. ഈ പൂന്തോട്ടത്തിൽ വ്യത്യസ്ത നിറത്തിൽ, വ്യത്യസ്ത മണത്തിൽ, വ്യത്യസ്ത വലുപ്പത്തിലുള്ള ഭംഗിയുള്ള പൂക്കൾ നിലനിൽക്കണം എന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിച്ചത് കൊണ്ടാണ് പാർലമെന്റിനകത്ത് മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2019 പൗരത്വ ഭേദഗതി നിയമം വരും. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ്. പൗരത്വത്തിന്റെ മാനദണ്ഡം മതമാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ MP-മാർ വളരെ സജീവമായിട്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ സാഹിബ്, വഹാബ് സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ MP-മാർ എന്ത് ചെയ്യുന്നു? പാർലമെന്റിനകത്ത് ഇടപെടുകയാണ്. മുസ്ലിം ലീഗ് ഈ രാജ്യത്തിന്റെ ഭരണഘടന വെല്ലുവിളിക്കപ്പെടുന്ന സമയത്ത്, രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ, മതേതരത്വ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന സമയത്ത് മുസ്ലിം ലീഗ് പാർലമെന്റിനകത്ത് നിരന്തരം ഇടപെടലുകൾ നടത്തുകയാണ്. കർണാടകയിൽ ഹിജാബ് നിരോധിച്ചൊരു കേസ് ഉണ്ടായിരുന്നു, ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് പാർലമെന്റിനകത്ത് കർണാടകയിൽ പോയി ഒച്ചമുള്ളിടുന്നതിന് പകരം പാർലമെന്റിനകത്ത് ഇത് പാടില്ല. അതൊരു മതവിശ്വാസം, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം തന്നെയാണ് തലയിൽ തട്ടമിടണം എന്നുള്ള കാര്യം. പക്ഷെ തലയിൽ തട്ടമിടണ്ട എന്ന് ഒരു വ്യക്തി പറയുന്നുണ്ട്, അതെന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നുണ്ട് എങ്കിൽ തലയിൽ തട്ടമിടാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാനും പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഈ നാട്ടിൽ. അതിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഇടപെടൽ. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇപ്പൊ നിലവിൽ 18ആണ്, അത് 21 ആക്കണം എന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് പാർലമെന്റിനകത്ത് മുസ്ലിം ലീഗിന്റെ ഒരു ഇടപെടലുണ്ട്. നമ്മൾ പറയുന്നത് അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ഒരു പെൺകുട്ടി 21ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഒരു മറ്റൊരു പെൺകുട്ടി 25 വയസ്സിൽ കല്യാണം മതി എന്ന് പറയുന്നുണ്ട് എങ്കിൽ, 18ാമത്തെ വയസ്സിലേക്ക് കല്യാണം കഴിക്കണം എന്ന് പറയുന്നതും അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. നമ്മളതിനെ ആ രീതിയിൽ കണക്കാക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെയൊക്കെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളുടെ കേസ് വരുമ്പോൾ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത്, കാരണം പാർലമെന്റാണ് നിയമനിർമ്മാണ സഭ, നിയമനിർമ്മാണ വിഭാഗം, അവിടെയാണ് ലോ മേക്കിംഗ് പ്രൊസീജിയർ നടക്കുന്നത്. അവിടെ ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക്
കോടതി കാണാം എന്ന് മാത്രമേ പറ്റുള്ളൂ. അവിടെയും ഉണ്ട് കേട്ടോ. ജുഡീഷ്യറിക്കകത്ത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ കൃത്യവും വ്യക്തവുമായ ഇടപെടലുകൾ. തീർച്ചയായും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം കാത്തു നിൽക്കാറില്ല. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം കൃത്യമായ നിയമോപദേശം, ആ നിയമോപദേശം കിട്ടിക്കഴിഞ്ഞാൽ വേഗം സുപ്രീം കോടതിയിൽ പോവുകയാണ്. അതാണ് ഏതൊരു കേസ് വരുമ്പോഴും അത് മുസ്ലിം ലീഗ് കോടതിയിൽ പോകും. കാരണം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ഇന്ത്യയുടെ പരമോന്നത നീതിപരമായ കോടതികളിൽ വിശ്വാസമുണ്ട്, നിയമനിർമ്മാണ സഭകളിൽ വിശ്വാസമുണ്ട്. നമ്മൾ എന്തെല്ലാം ജനാധിപത്യ സ്ഥാപനങ്ങൾ ഇത്തരം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്നൊക്കെ ആശങ്കപ്പെടുമ്പോഴും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം കോടതികളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് എപ്പോഴും ഉടനടി വേഗം കോടതിയെ സമീപിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, നിയമനിർമ്മാണ സഭയായാലും ഈ എക്സിക്യൂട്ടീവ് ആയാലും ജുഡീഷ്യറി ആയാലും അതിനൊക്കെ ബഹുമാനിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനും മതസൗഹാർദ്ദം സംരക്ഷിക്കാനും മതേതരത്വം നിലനിർത്താനും ജനാധിപത്യ മൂല്യങ്ങളെ നിലനിർത്താനും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം നാളിതുവരെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നവർക്ക് പോലും മുസ്ലിം ലീഗിനെ ഒരു വല്ലാത്ത ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എല്ലാവരും രാഷ്ട്രീയ എതിരാളികൾ അടക്കം പറയുമല്ലോ. ഇപ്പോഴൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പല ഇന്റർവ്യൂകൾ എടുത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും. മുസ്ലിം ലീഗിനെ അങ്ങേയറ്റം നഖശികാന്തം എതിർക്കുന്നവർക്ക് പോലും മുസ്ലിം ലീഗിലൂടെ നിലനിൽക്കണം. കാരണം അത് ഇവിടുത്തെ ഒരു ഹാർമണി, കമ്മ്യൂണൽ ഹാർമണി, മതസൗഹാർദ്ദത്തിന് അങ്ങേയറ്റം വരുന്നു. അതിന് പാണക്കാട് സൈനികന്മാരുടെ അനിഷേധ്യമായ നേതൃത്വം, അത് നാളിതുവരെ ഇനി നമ്മുടെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഉമർ തങ്ങൾ, അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വം, ഇനി അതിനു മുമ്പ് പൂക്കോയ തങ്ങൾ, ബാഫക്കി തങ്ങൾ, ഇങ്ങനെ നേതൃത്വം. അതേപോലെ തന്നെ നമ്മളെപ്പോഴും സമുദായത്തിൻ്റെ ഒരു മുഖമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ സമുദായത്തിൻ്റെ ഇടയിലുള്ള ഭിന്നിപ്പുകൾ സ്വാഭാവികമായിട്ടും അതുണ്ടാവും. അത്തരം ഭിന്നിപ്പുകളെ ഒന്നും നമ്മൾ അഡ്രസ്സ് ചെയ്ത് നമ്മൾ ഐക്യത്തിൻ്റെ ഒരു മുഖമായിട്ട് മാറുന്നു. ഈ സമുദായത്തിലെ വ്യത്യസ്ത ഫ്രാക്ഷനുകളെ കൂട്ടിപ്പിടിച്ച് ഒരു പ്ലാറ്റ്ഫോം, ഒരു അടിത്തറവാകുക. ഒരു സത്യത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു അടിത്തറ. എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാവർക്കും നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ ദളിതരുണ്ടാവും, അതിൽ പിന്നോക്കക്കാരുണ്ടാകും. നമ്മൾ ദളിത് ലീഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയാണ്. നമ്മൾ അവരെ, അതായത് ആരോരും ഇല്ലാത്തവർക്ക് ദ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയും. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറി. അംബേദ്കറെ പാർലമെന്റിലേക്ക് അയച്ച മുസ്ലിം ലീഗിന്റെ പങ്കുണ്ടല്ലോ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം നമ്മൾ പറയല്ലോ, നമുക്ക് നിങ്ങൾ തുടക്കത്തിൽ ചോദിച്ചു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സാധനത്തിൽ അഭിമാനം ഒരുപാട് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന സംഗതിയാണ് ഇപ്പൊ സൂചിപ്പിച്ചത് അല്ലെ. ഭരണഘടനാ ശില്പി അംബേദ്കറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർക്കിടെക്ട് അംബേദ്കറാണ്, ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതി ഒരു വലിയ ബോഡിയാണ്, 300ഓളം ആളുകളുള്ള ആ ബോഡിയിലേക്ക് ബി ആർ അംബേദ്കറിനെ പറഞ്ഞേക്കുന്നത് മുസ്ലിം ലീഗാണ്. അത് ഈ സമയത്ത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. തീർച്ചയായും നമുക്ക് പിന്നെ കാരണം മുസ്ലിം ലീഗിന്റെ നേരത്തെ സൂചിപ്പിച്ച മുസ്ലിം എന്നൊരു പേര് ഈ പാർട്ടിയുടെ ഇതുള്ള പോലെ തന്നെ അതോടൊപ്പം തന്നെ ഇതേ വിഷയങ്ങളിൽ രാജ്യത്തെ ഏറ്റവും പ്രധാന വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് നമുക്ക് മുസ്ലിം ലീഗിനെ പറയണം. അതോടൊപ്പം തന്നെ കേരളത്തിലൊക്കെ നമുക്ക് ഇലക്ഷൻ സമയങ്ങളിലൊക്കെ എതിർചേരികളിലും മറ്റുമൊക്കെ നിൽക്കുന്ന ആളുകൾ പാർലമെന്റിനകത്ത് ചെല്ലുമ്പോഴും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയും മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി സംസാരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും കാതലായ വിഷയം നൽകി അവരെ സംസാരിക്കുമ്പോൾ അവർക്ക് പിന്നിൽ അണിനിരുന്ന് നമുക്കറിയാം പല സമയത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ബഹുമാനായ നമ്മുടെ നേതാക്കൾ പല ആളുകളും അത് ഒരുപാട് കോൺഗ്രസിന്റെ എം പിമാരും ഏറ്റവും സുപ്രധാനമായ ഏറ്റവും പ്രധാന എം പിമാരടക്കം ബഹുമാനായ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ പിന്നിലിരുന്നു കൊണ്ട് ആ ഒരു അദ്ദേഹത്തിന്റെ സംസാരങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് കൃത്യമായി അതിനെ ഡെസ്കിൽ കൈ തട്ടുന്നതും അതുപോലെ തന്നെ അവരെ പിന്തുണക്കുന്നതും കോൺഗ്രസിന്റെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ എം പിമാര് ജനപ്രതിനിധികൾ, കാരണം സംസാരിക്കുന്ന വിഷയം കാതലാണ്, അത് ഏറ്റവും ശ്രദ്ധേയമായ വിഷയമാണ് എന്ന് കണക്കാക്കി ആ വിഷയം അവതരിപ്പിക്കാൻ എണീക്കുന്ന മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്ക് പിന്തുണ നൽകുന്ന ഒരവസ്ഥ പാർലമെന്റിൽ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ എം പിമാരടക്കം അതിന് കൈതട്ടി പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ നമ്മൾ ഈ പാർലമെന്റിനകത്ത് നബീൽ പറഞ്ഞ പാർട്ടിയിലേക്ക് വരികയാണ്. കാരണം മറ്റു ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉറ്റുനോക്കുന്നു എന്ന് നമ്മൾ ജനങ്ങൾ മാത്രമല്ല പാർലമെന്റിനകത്ത് പോലും മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി എണീറ്റൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് കൃത്യമായും
വളരെ കൃത്യതയോടെ നോക്കിക്കാണുന്ന പ്രതിനിധികളോ മറ്റുള്ളവർ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ നമ്മൾ പാർലമെന്റിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാവുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെ സംസാരം നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ബനാത്വാല സാഹിബിന് അപ്പോൾ നമുക്ക് വളരെ ചുരുക്കം ആളുകൾക്കാണ് പാർലമെന്റിനകത്ത് സമയം കിട്ടുന്നത്. ഈ ചോദ്യോത്തരവേളക്ക് അപ്പുറത്തേക്ക് സംസാരിക്കാനുള്ള ശൂന്യവേളയിലായാലും ഇനി അടിയന്തര പ്രമേയമൊക്കെ നമ്മൾക്ക് കിട്ടുക എന്ന് പറയുന്നത് ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആളുകൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ശ്രമകരമായ കാര്യമാണ്. അത്തരം വളരെ റയറായി കിട്ടുന്ന സമയങ്ങളിൽ ഒരു വലിയ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ എന്തെങ്കിലും സംസാരിക്കാനുണ്ട് എങ്കിൽ ഇപ്പൊ നമ്മള് ബനാത്വാല സാഹിബിന് നമ്മൾ കേട്ടിട്ടുണ്ട് സമയം എംപിമാർ കൊടുക്കും. എന്റെ സമയം ബനാത്വാല സാഹിബ് സംസാരിക്കട്ടെ, പാസ്റ്റ് GM ഞങ്ങൾ ഗുലാം മുഹമ്മദ് ബനാത്വാലക്ക് സമയം നീട്ടി കൊടുത്തു. അപ്പൊ മുസ്ലിം ലീഗിന്റെ ശബ്ദം അത് മുസ്ലിം ലീഗിന് അനുവദിച്ചു കൊടുക്കുന്ന മുസ്ലിം ലീഗിന്റെ MPമാർക്ക് കൊടുക്കുന്ന സമയം അത് പാഴായി പോകൂലെന്ന് മറ്റു ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ MPമാർക്ക് അറിയാം. അത് പറയേണ്ടതാ പറയാം, വെറുതെ കടിച്ചു തൂങ്ങുക. അതിപ്പോ നമ്മൾ കേരള നിയമസഭയിൽ നോക്കാം, കേരള നിയമസഭയുടെ കേസ് വന്നത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വാക്കുകൾ കുറച്ചേ പറയുള്ളൂ, പക്ഷെ അടിപൊളിയായിട്ട് കൊടുക്കേണ്ടത് മൂപ്പരുടെ ആ ഈണത്തിലും താളത്തിലും അല്ലേ. അത് നിയമസഭ എത്തുമ്പോൾ പറയണം, കുഞ്ഞാലിക്കുട്ടി സാഹിബ് എണീറ്റ് നിന്നിട്ട് സംസാരിക്കുമ്പോ പ്രതിപക്ഷം നേരം മൊത്തം ശ്രദ്ധിക്കും. കാരണം കുറഞ്ഞ വാക്കുകൾ സംസാരിക്കും, പക്ഷെ കാതലായ കാര്യങ്ങൾ. മുഹമ്മദ് കോയ സാഹിബിന്റെ നിയമസഭാ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം തന്നെ ഉണ്ടല്ലോ. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇന്നിപ്പോ നമ്മള് ഈ ന്യൂ ജനറേഷൻ ജെൻസി കിഡ്സ് എന്തിനും തగ్గടിക്കാനൊക്കെ പറയും. സത്യത്തിൽ CH ഇന്നാണെങ്കിൽ CH മുഹമ്മദ് കോയ സാഹിബ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ CH മുഹമ്മദ് കോയ സാഹിബിനോളം തഗ് പറയുന്ന ഒരു നേതാവ് ചിലപ്പോൾ ഒരു പക്ഷെ ഉണ്ടാവും. CH മുഹമ്മദ് കോയ EMS പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയത്ത് ചെരുപ്പൂത്തികളെയും അതേപോലെ കുട നന്നാക്കുന്ന ആളുകളെയും ഒന്നും കാണാനില്ല. അപ്പോഴാണ് അറിയുന്നത് CH അവരെ കുറിച്ച് അറബി മുൻഷിമാരാക്കിയിട്ടുണ്ട്, മാഷന്മാരാക്കിയിട്ടുണ്ട്. CH അതിന് കൊടുക്കുന്ന മറുപടി കാണൂല. ഇനി അവരുടെ ആ അറബി മുൻഷിമാരാക്കി എന്ന് പറഞ്ഞ ചെരുപ്പുത്തികളുടെയും അതേപോലെ തന്നെ ആരാന്റെ വെള്ളം ലോറികളെയും വിറകുട്ടികളെയും അതേപോലെ എന്താ പറയാ കുട നന്നാക്കുന്ന ആളുകളുടെയൊക്കെ മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ആക്കിയിട്ട് CHന് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞ്, അതായത് കൊടുക്കേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞ് സരസമായിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ PK ബഷീർ സാഹിബിന്റെ പിതാവായിട്ടുള്ള സിരിയാച്ചിയുടെ നിയമസഭയിലെ രംഗങ്ങളും കാര്യങ്ങളും ഒക്കെ, അതായത് മുസ്ലിം ലീഗ് പിന്നെ വളരെ ഗൗരവമായിട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ ഇപ്പൊ പ്രസന്റിൽ നമുക്ക് ഒരുപിടി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി നമ്മുടെ നിയമസഭാ സാമാജികന്മാര് പാർലമെന്റേറിയന്മാര് തന്നെ. നമ്മുടെ MLA പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം സാഹിബിന്റെ നിയമസഭാ പ്രസംഗങ്ങൾ എത്ര അടിപൊളിയായിട്ടാണ് ഒരു കാര്യം അവതരിപ്പിക്കുക. അതേപോലെ മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ MLA അവതരിപ്പിക്കുന്ന കാര്യം, അതേപോലെ നമ്മുടെ മുൻ MLA ആയിട്ടുള്ള നമ്മുടെ മങ്കട MLA അലി സാഹിബിന്റെ നിയമസഭാ പ്രസംഗങ്ങൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫാക്റ്റുകൾ വെച്ച് കണക്കുകൾ വെച്ച് ഇങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് അലി സാഹിബിന്റെ. അമീദ് മാഷ്, അതേപോലെ തന്നെ നമ്മുടെ കുറുക്കോളി മൊയ്തീൻ സാഹിബ്, എല്ലാ PK ബഷീർ സാഹിബ് വളരെ സരസമായിട്ട് പാരമ്പര്യത്തിൽ നിയമസഭയിൽ പ്രസംഗിക്കും. അത് സമദ് അലി സാഹിബിന്റെ പാർലമെന്റിലെ പ്രസംഗങ്ങൾ സത്യത്തിൽ ഇങ്ങനെ സാഹിബിന്റെ പാർലമെന്റ് പ്രസംഗത്തെ സംസാരിക്കുമ്പോഴേ സ്പീക്കർ അടക്കം സമദ് സാഹിബിന് ടൈം കൂടുതൽ കൊടുക്കുന്നത്. ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഒരു 2 വരി കവിത സ്പീക്കർ പറയുന്നത്, 2 വരി കവിത അതിന് ആസ്വദിച്ചിരുന്നു. നമുക്ക് ബോറടി. ബഹുഭാഷ പണ്ഡിതനാണ് ഏറ്റവും, പിന്നെ ഒരു വേറെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിൽ ഏറ്റവും ഉന്നത നിലയിൽ നിൽക്കേണ്ട ഒരാളാണ് സമദ് സാഹിബ്. കാരണം അത്രയും ബഹുഭാഷ പണ്ഡിതനും നല്ല എല്ലാം കൊണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു നേതാവ്, പാർലമെന്റിനകത്ത് കൃത്യമായി ഏത് ഭാഷയെ സംസാരിക്കാനും കെൽപ്പുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്ക് എന്നും മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയ്ക്ക് സമദ് സാഹിബ് നമുക്ക് എടുത്തു പറയേണ്ടത്. സാഹിബൊക്കെ സത്യത്തിൽ അവസാന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന കാലത്ത് ശാരീരികമായിട്ടുള്ള ഒരുപാട് അവശതകൾ ഉണ്ടായിട്ടും ഇപ്പോഴും ആ പാർലമെന്റിനകത്തൊക്കെ അങ്ങോട്ട് അഹമ്മദ് സാഹിബ് കയറി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത വൈബാണ്. അഹമ്മദ് സാഹിബിന്റെ വോയിസിൽ വല്ലാത്ത ഒരു ഭാഷ, അവിടെ ചെന്ന് അങ്ങോട്ട് എത്ര ഫ്ലുവന്റ് ആയിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുക. ഫയറിയാണ്. നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ഒരു പ്രസംഗമുണ്ട്, അവിടെയൊക്കെ അങ്ങോട്ട് വൈകാരികമാവുകയാണ് അഹമ്മദ് സാഹിബ്. അങ്ങനെ നമ്മുടെ സെട്ടു സാഹിബ്, ഇങ്ങനെ നമ്മൾ പറഞ്ഞയച്ച ലോക്സഭ MPമാര്, നമ്മുടെ MLAമാരുടെ ഇടപെടൽ, ഇതൊന്നും വെറുതെ ആയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അഹമ്മദ് സാഹിബ് നമ്മൾ പിന്നെ
നമ്മൾ ആലോചിക്കുമ്പോൾ മുഹമ്മദ് സാഹിബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അഹമ്മദ് സാഹിബിലൂടെ ലോകം അറിയപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗ്. ഒരു കിട്ടാക്കനിയായിരുന്നു ഒരു കേന്ദ്രമന്ത്രി പദം. അത് മുസ്ലിം ലീഗിനെ സമ്മാനിച്ചു എന്നതിനേക്കാൾ അപ്പുറം ലോകത്ത് മുസ്ലിം ലീഗിനെ പരിചയപ്പെടുത്താനും അഹമ്മദ് സാഹിബ് അത് ഉപയോഗപ്പെടുത്തി എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്ര സഭയിലെ വിഷയങ്ങളൊക്കെ ഇതിലൊന്ന് രണ്ടു വാക്കില് അതൊന്ന് ഉൾപ്പെടുത്തണം. അതായത് അഹമ്മദ് സാഹിബിന്റെ വലിപ്പം ഞാൻ സത്യത്തിൽ മനസ്സിലാക്കിയത്, അഹമ്മദ് സാഹിബ് ഞാൻ അഹമ്മദ് സാഹിബിനെ വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. 1, 2, 3 തവണയൊക്കെ അഹമ്മദ് സാഹിബിനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഈ പോത്താണി പ്രദേശത്തേക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് 2014 തെരഞ്ഞെടുപ്പ് വന്ന സമയത്താണ് കാണുന്നത്. പിന്നീട് റയറായിട്ട് കാണുന്നത്. അഹമ്മദ് സാഹിബ് മരണപ്പെട്ട് നമ്മുടെ കോവിഡ് കാലത്തിന് ശേഷം ഞങ്ങൾ MSF മലപ്പുറം ജില്ലാ MSFിൻ്റെ കമ്മിറ്റി ഒരു ഫോട്ടോ പ്രദർശനം മലപ്പുറം കളക്ടറേറ്റ് പഠിക്കൽ നമ്മളൊരു വലിയ ഫോട്ടോ ഗാലറി. അഹമ്മദ് സാഹിബ് ഓരോ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതും അഹമ്മദ് സാഹിബിനുള്ള അവിടുത്തെ ബന്ധങ്ങളും നമ്മൾ ഫലസ്തീൻ വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന സമയത്തടക്കം യാസർ അറഫാത്ത് എന്ന് പറയുന്ന ഫലസ്തീൻ വിമോചന സംഘടനയുടെ നേതാവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം നമ്മുടെ അഹമ്മദ് സാഹിബിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ കഅബാലയം അല്ലേ, പരിശുദ്ധ കഅബ കഴുകാൻ ക്ഷണിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളെ ആ മനുഷ്യൻ്റെ ഒരു മഹത്വം. പിന്നെ ഈ ലോക സമാധാനത്തിന് വേണ്ടി ലോക രാജ്യങ്ങളുടെ എല്ലാ പ്രതിനിധികളും പങ്കെടുക്കുന്ന വേദിയാണ് ഐക്യരാഷ്ട്ര സംഘടന. ആ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയുടെ ശബ്ദമാവുകയാണ്. ഇനി അവിടെയും മുസ്ലിം ലീഗിന്റെയും അതേപോലെ അഹമ്മദ് സാഹിബിന്റെയും ഇന്ത്യയുടെയും ഒരു പലരും നമ്മുടെ ഒരു വലിയൊരു തീവ്രവാദി ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന സമയം, ഇന്ത്യയിൽ താജ് ഹോട്ടൽ, മുംബൈയിൽ താജ് ഹോട്ടൽ ആക്രമിക്കപ്പെട്ട സമയം, അതേപോലെ തന്നെ പാകിസ്ഥാൻ നിരന്തരമായിട്ട് ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തിയിരുന്ന ആ കാലത്ത് പാകിസ്ഥാനെതിരെ വൈകാരികമായിട്ട് അല്ലെങ്കിൽ നിഷിദ്ധമായിട്ട് വിമർശിക്കുകയാണ് അഹമ്മദ് സാഹിബ് ഐക്യരാഷ്ട്ര സംഘടനയിൽ. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു, നമ്മളെവിടെ വായിച്ചു കേട്ടിട്ടുണ്ട്, അഹമ്മദ് സാഹിബിനോട് ചോദിച്ചിട്ട് നിങ്ങൾ മുസ്ലിം അല്ലേ? അഹമ്മദ് സാഹിബിന്റെ മറുപടി ഞാനൊരു ഇന്ത്യനാണ്, ഞാനൊരു മുസ്ലിമാണ് പക്ഷെ ഞാൻ ഇന്ത്യനാണ്. അഹമ്മദ് സാഹിബിന്റെ ഇന്റർവ്യൂകളിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇന്ത്യനാണ്, ഞാൻ മുസ്ലിം ലീഗാണ്. സത്യത്തിൽ നമ്മളോട് അദ്ദേഹം പറയാതെ പറയുകയാണ് നമ്മൾ അങ്ങനെയാണ്. അങ്ങനെ അതിലൊരു അഹമ്മദ് സാഹിബിന്റെ ശ്രദ്ധേയമായ ഇടപെടൽ. നമുക്ക് ഒരു MSFകാരൻ എന്ന നിലയിൽ വലിയ സന്തോഷം തോന്നുന്ന കാര്യം, ഇതേ MSFന്റെ കൊടി പിടിച്ച് MSFന്റെ പ്രഥമ സംസ്ഥാന കമ്മിറ്റിയുടെ നേതാവായിരുന്ന ജനറൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് സാഹിബ് പിന്നീട് പാർലമെന്റിലേക്ക് എത്തുന്നു, നിയമസഭയിലെത്തുന്നു, മന്ത്രിയാകുന്നു, പാർലമെന്റിലെത്തുന്നു, ഇന്ത്യയുടെ മുസ്ലിം ലീഗിന്റെ ഏക കേന്ദ്രമന്ത്രിയാകുന്നു, വിദേശകാര്യമന്ത്രിയാകുന്നു, വിദ്യാഭ്യാസ വകുപ്പ് ഹ്യൂമൻ റിസോഴ്സ് അതിന്റെ കീഴിൽ മന്ത്രിയാകുന്നു, റെയിൽവേ സഹമന്ത്രിയാകുന്നു. അതിന്റെ അപ്പുറത്ത് ഐക്യരാഷ്ട്ര സഭയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു, നിരന്തരം UN ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്നു. ഇറാഖിലെ ഒരു കണ്ണ് ചൂന്നെടുക്കാൻ വിഷയം, അതിന് ഇടപെടൽ, പ്രവാസ ലോകത്ത് എത്ര ഇടപെടൽ. പിന്നെ KMCCയുടെ ഒരു വിളംബരം, അതായത് KMCC ലോകത്ത് അറിയപ്പെട്ടത് അഹമ്മദ് സാഹിബിന്റെയിലൂടെയാണെന്ന് നമുക്ക് പറയാം. കാരണം എല്ലാ രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ച രാജ്യങ്ങളിലെ ഇപ്പൊ ഇന്ന് KMCC, നേരത്തെ പ്രവാസികളുടെ കാര്യം നബി സൂചിപ്പിച്ചു, KMCC ഇന്ന് യൂറോപ്യൻ യൂണിയൻ, പിന്നെ എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളിലും, ഓസ്ട്രേലിയയിൽ എല്ലാം വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു നിശ്ചയമായ ജീവകാരുണ്യ പ്രവർത്തന സംഘടന. ഈ കോവിഡ് കാലത്തൊക്കെ KMCCയുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. കാരണം UK-യിലും മറ്റുള്ള രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അകപ്പെട്ട ആ കോവിഡുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ആളുകളെ നാട്ടിലെത്തിക്കുന്നതിലൊക്കെ നിരന്തരമായ നിശ്ചയമായ പ്രവർത്തനം. ഇപ്പൊ വേൾഡ് KMCC അടക്കം ഈ രൂപീകരിച്ച ഒരു കാലഘട്ടമാണ്. ഏകദേശം ഒരു 30-40 രാജ്യങ്ങൾ കൂടിയിട്ട് ഒരു വേൾഡ് KMCC അടക്കം ഈയിടെ രൂപപ്പെട്ടു. മുത്തൂർ റഹ്മാന്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ രഹസ്യമായ ഒരു പ്രവർത്തനമാണ് KMCC നടത്തുന്നത്. അതിനൊക്കെ കാതല് എന്നുള്ളത് അഹമ്മദ് സാഹിബാണ്. തുടക്കത്തിൽ പറഞ്ഞത് ഇത്രയും ലൈവായിട്ടുള്ള പോഷക ഘടകങ്ങളുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ വേറെ ഇല്ല, സംശയമില്ല. നോക്കൂ, സജീവമായ KMCC പോലെ സജീവമായ MSF, വിദ്യാർത്ഥികളുടെ നിരന്തര പ്രശ്നങ്ങൾ ഇടപെടുന്നു. അത് കാലതാമസം എടുക്കൂല. MSFന് കാലതാമസമല്ല. അത് MSFന് ആര് നയിച്ചാലും, നവാസ് ഖാന്റെ കാലത്താണെങ്കിൽ ഇപ്പൊ നവാസ് ഖാൻ പ്രസിഡന്റ്, അതിന് മുമ്പ് മിസ്സബിന്റെ കാലത്ത്, അതിന് മുമ്പുള്ളതൊക്കെ, പിന്നെ യൂത്ത് ലീഗ്. കഴിഞ്ഞ ദിവസം ലഹരിക്കെതിരെ നമ്മുടെ ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ സജീവമായ സമരങ്ങൾ. അതിന്
പാണക്കാട് തങ്ങന്മാര് നട്ടപ്പാതിര നേരത്ത് കോഴിക്കോട് കടപ്പുറത്ത് മുനവറലി തങ്ങളാണെങ്കിൽ ഇവിടെ മലപ്പുറത്ത് സാദിഖ് അലി തങ്ങൾ ഇങ്ങനെ ഒരു വലിയ നേതൃത്വം ഫിറോസ് ഖാന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ സജീവമായിട്ട് യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മുടെ STU, പ്രവാസി ലീഗ്, ഇവരെല്ലാം സജീവമായി വലിയ സജീവമായിട്ടാണ് അവിടെ നടത്തിയത്. എല്ലാവിധ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗ്. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മുടെ റിപ്പോർട്ടർ ചാനലില് ലഹരിക്കെതിരെ അതില് ഇന്റർവ്യൂവിൽ ബഹുമാനായ മുനവറലി തങ്ങളെ എത്തിക്കൊണ്ട് അവതാരകൻ പറയുന്നുണ്ട്, ഞങ്ങളിപ്പോ ലീഗിന്റെ മണ്ഡലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്, റോഡുകളും മറ്റുള്ളതൊക്കെ വലിയ സന്തോഷത്തോടെ പോകാൻ കഴിയുന്ന രൂപത്തിൽ നല്ല വികസനം വരുമ്പോ വികസനത്തിന് എന്നും മുസ്ലിം ലീഗ് അതിന് മുന്നിൽ നിൽക്കും. അവിടെ അവര് 2 ടേമിൽ ഭരണമില്ലെങ്കിൽ പോലും വികസന കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ എന്നും വികസനത്തിന് മുന്നിൽ നിൽക്കുന്ന പ്രതിനിധികളാണെന്ന് മുനവറലി തങ്ങൾ മുഖത്ത് നോക്കിയിട്ട് സൂചിപ്പിക്കുന്നത്. നമുക്കത് ഏറ്റവും വലിയ സന്തോഷം. ഇതൊരു മുസ്ലിം ലീഗുകാരെന്നുള്ള നിലയിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സൂചിപ്പിക്കാതെ പ്രൊമോട്ട് ചെയ്യാനാണെന്ന് പറയും. ഇത് മറ്റുള്ളവരും നിഷ്പക്ഷമതികളും ചാനലുകാരും പറയട്ടെ, നമുക്കറിയാം നമ്മൾ അതിന്റെ നേർസാക്ഷ്യം വഹിക്കുന്നവരാ. അതിന്റെ എല്ലാം അപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ ഒരു കോർ സാധനം നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ സ്ഥാപനത്തിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന വിദ്യാഭ്യാസ മേഖലക്ക് എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ട വിഷയം. നമ്മളത് ചർച്ച എത്ര മണിക്കൂറുകളോളം ചർച്ച ചെയ്താലും അവസാനമില്ല. കാരണം മുസ്ലിം ലീഗ് വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ഒരു ഭരണം ഉള്ള സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിനായിരിക്കും. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നും വിശ്വസിക്കുന്നത് ഒരു ജനത പരിവർത്തനം സംഭവിക്കണമെങ്കിൽ, ഒരു നാട് നന്നാകണമെങ്കിൽ, ഒരു വിഭാഗം ഉന്നതിയിലെത്തണമെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. MSFന്റെ മുദ്രാവാക്യം പഠിക്കുക വീണ്ടും പഠിക്കുക. CH പറഞ്ഞ വാക്കാണ്. CH മുഹമ്മദ് കോയ സാഹിബ്, ചാക്കിരി ഹമ്മദ് സാഹിബിനെ പോലെയുള്ള, അതേപോലെ തന്നെ നമ്മുടെ സൂഫി സാഹിബിനെ പോലെയുള്ള, അബ്ദുൾ റബ്ബ് സാഹിബിനെ പോലെയുള്ള, മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ. നമ്മൾ ആദ്യം LP സ്കൂളുകൾ തുടങ്ങി, പിന്നെ അത് UP സ്കൂളുകൾ തുടങ്ങി. പിന്നെ നമ്മൾ CHന്റെ കഥ പറഞ്ഞില്ലേ, CH ഒക്കെ വരുന്ന സമയത്ത് മുതലാളിമാർ ഓടുന്നതാണ്. കാരണം നിങ്ങളെ ആ സ്ഥലങ്ങളുള്ളൂ, നമുക്ക് അവിടെ സ്കൂളുകൾ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഏഴ് മേഖലയിൽ സ്കൂളുകൾ തുടങ്ങുന്നു. പിന്നീട് നമ്മൾ സർവകലാശാലകൾ, LP UP സ്കൂളുകൾ മാത്രം പ്രവർത്തിക്കുന്ന കാലത്ത് CH പറയുന്നത് 1960 CH പറയുന്നത് നമുക്ക് തേനിപ്പലത്ത് മുട്ടക്കുന്നിൽ നമുക്കൊരു സർവകലാശാല തുടങ്ങാവുന്നതാണ്. അന്ന് അതിനെ വിമർശിച്ചവരുണ്ടാകാം, പരിഹസിച്ചവരുണ്ടാകാം, CHനെ അന്ന് കാലത്ത് ട്രോളിയവരുണ്ടാകാം. പക്ഷെ ഞാനടക്കമുള്ള ആളുകൾ ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കയറി ഡിഗ്രിയും PG എടുത്ത ആളുകളാണ്. ഇങ്ങനെ എത്ര ഇന്ന് നോക്കൂ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മുസ്ലിം ലീഗിന്റെ ആ വിഷന്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ കേരളപ്പിറവിക്ക് ശേഷം ഒരു സർവകലാശാലയില്ലാത്ത മറ്റെല്ലാ സർവകലാശാലകളും മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ കൊണ്ടുവന്നതാണ്. അതും അവിടെയും നമ്മൾ എടുത്ത സംസ്കൃത സർവകലാശാല. നമ്മള് അറബിയല്ല, നമ്മളിപ്പോ നമ്മുടെ മേലിൽ വർഗീയത ആരോപിക്കാൻ വെമ്പൽ കൊള്ളുന്നവരുണ്ടാകാം. അവിടെ നമ്മൾ സംസ്കൃതത്തിന്, വേദങ്ങളുടെ ഭാഷയായ ഉപനിഷത്തുകളുടെ ഭാഷയായ സംസ്കൃതത്തിന് സർവകലാശാല ഉണ്ടാക്കി കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. ഇനി അത് നമ്മൾ മുസ്ലിം ലീഗ് അങ്ങനെ ഇടപെടൽ നടത്തുന്നു. നമ്മൾ പെരിന്തൽമണ്ണക്കാരാണ്, നമ്മൾ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലക്കാരാണ്. ഞാൻ എപ്പോഴും നമ്മുടെ പെരിന്തൽമണ്ണക്ക് പുറത്ത് പോയി പ്രസംഗിക്കുന്ന സമയത്ത് അവിടുത്തെ ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ MLA എന്താണ് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണയിൽ. നജീബ് കാന്തപുരം MLA എന്ന് പറയുന്ന ആ മനുഷ്യൻ ക്രിയ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പ്രൊജക്ട്, സത്യത്തിൽ ആളുകൾക്ക് എന്താണ് ക്രിയ എന്ന് അറിയാം, പക്ഷെ ആളുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ക്രിയക്ക്. ഇപ്പോ ഞാനൊരു അധ്യാപകനാണ്, എനിക്കത് ഉത്തമമായ ബോധ്യമുണ്ട്. നമുക്ക് കുട്ടികൾ കാത്തിരിക്കണം. LSSന്റെ ടൈം ആകുമ്പോൾ ക്രിയയുടെ ക്ലാസ് എപ്പോഴാണ് സാറേ, ക്രിയയുടെ എക്സാം എപ്പോഴാണ്, USS വിദ്യാർത്ഥികൾക്ക്, NMMS വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ അവർക്ക് ഫ്രീ ആയിട്ട് കോച്ചിങ് കൊടുക്കുന്നു. സൗജന്യമായിട്ട് ലക്ഷങ്ങൾ പഠിക്കേണ്ട കോഴ്സാണ് അല്ലെങ്കിൽ കോച്ചിങ് ആണ് നമ്മുടെ സിവിൽ സർവീസ് അക്കാഡമി, സിവിൽ സർവീസ് പോലെയുള്ള കോച്ചിങ്. അത് സൗജന്യമായിട്ട് 100 വിദ്യാർത്ഥികൾ വർഷം തോറും നമ്മുടെ പെരിന്തൽമണ്ണയിൽ സിവിൽ സർവീസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കാഡമി സൗജന്യമായിട്ട് കൊണ്ടുനടക്കണം. രാജ്യത്ത് തന്നെ എങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പൊ അങ്ങനെ ഒരു നിരന്തരം നമ്മൾ പറയുന്നതിനേക്കാൾ കാര്യത്തിൽ ക്രിയയുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രാവശ്യം ഷാഫി പറമ്പിൽ അന്ന് MLA പോകുന്നത് പറഞ്ഞിട്ടുണ്ട്, നജീബ് സാഹിബിനെ കണ്ടുപഠിക്കണമെന്ന്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെരിന്തൽമണ്ണയിൽ നടന്ന പൊതുസമ്മേളനത്തില് T സിദ്ദീഖ് MLA അദ്ദേഹം 140 MLA-മാർക്ക് ചെയ്യാൻ കഴിയാത്ത 139 MLA-മാർക്ക് ചെയ്യാൻ കഴിയാത്തത് നജീബ് ചെയ്യുന്നു എന്നുള്ളത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള
നിയമസഭയിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ചടങ്ങില് നിയമസഭയിൽ ഏറ്റവും കത്തിക്കയറുന്ന ഷാഫി പറമ്പലിനെ പോലെ, ടി സിദ്ദീഖിനെ പോലെ, വി ഡി സതീശനെ, പ്രതിപക്ഷ നേതാവ് ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഒറ്റക്കെട്ടായി നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നേതാവ് പോലും കൃത്യമായി നജീബ് കാന്തപുരത്തിനെ പേരെടുത്ത് പരാമർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനത്തെ വിലയിരുത്തുന്നത് കൃത്യമായും നമുക്ക് വലിയ സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ പെരുന്തമണ്ണക്കാരെ നജീബ് സാഹിബിനെ നമുക്ക് നേരിട്ട് അറിയുന്ന നമ്മളെ തൊട്ടറിഞ്ഞ നേതാവാണ്. പക്ഷെ എങ്കിൽ കൂടി മറ്റുള്ളവർ അദ്ദേഹത്തെ പറയുമ്പോഴാണ് വലുപ്പം മനസ്സിലായി. നമ്മൾ മുസ്ലിം ലീഗിനെ കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അത് കാലങ്ങളായിട്ട് മുസ്ലിം ലീഗിന്റെ, ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിന്റെ മുൻകാല നേതാക്കൾ, പൂർവ്വസൂരികളായ നേതാക്കന്മാര് കാലങ്ങളായി ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖലക്ക് കൊടുക്കുന്ന ഒരു ഊന്നൽ നജീബ് കാന്തപുരം പുതിയ തലത്തിൽ അവതരിപ്പിച്ച് കാലഘട്ടത്തിനനുസരിച്ച് അതിനെ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. നമ്മളിപ്പോ കോളനി എന്നുള്ള പദമൊന്നുമില്ല, സദ്ഗ്രാമം, അവിടങ്ങളിലേക്ക് നജീബ് കാന്തപുരം എം എൽ എ ഇറങ്ങി ചെല്ലുകയാണ്. ഇനി നമ്മള് ഇതിപ്പോ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നത് നജീബ് കാന്തപുരത്തെ പ്രൊമോട്ട് ചെയ്യാൻ. നജീബ് ക മാത്രമല്ല, ഇതാ തൊട്ടടുത്ത എം എൽ എ ഷംസുഖാന്റെ മണ്ഡലത്തിൽ വിദ്യാഭ്യാസ പദ്ധതി, നമ്മള് മജീദ് സാഹിബിന്റെ നിയോജകമണ്ഡലം, KPA മജീദ് സാഹിബിന്റെ നിയോജകമണ്ഡലത്തിൽ കുഞ്ഞാലിക്കുടി സാഹിബിന്റെ, നമ്മുടെ കുഞ്ഞാപ്പാന്റെ, അതേപോലെ മങ്കടയിൽ അലിയാക്ക ഒരു അലി സാഹിബ് ഒരു കഴിഞ്ഞ മാസമാണ് അതിന്റെ വലിയൊരു, എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയ പദ്ധതി, ഞങ്ങളും കോളേജിലേക്ക് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെ ഡിഗ്രി പഠിക്കാൻ കഴിയാൻ. ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിന്റെ MLA ചിന്തിക്കുന്നത് പോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ ഈ നാട് എന്നോ കരയേറി. ഇനി ഒന്ന് നമ്മളിപ്പോ ഇനി അതിന്റെ ഭാഗം കൂടിയാണ് ഞാൻ നിങ്ങളെ ഇൻട്രസ്റ്റ് ചെയ്യുക. നമ്മള് എന്താ പറയാ, ഇപ്പൊ എല്ലാവരും ലൈരിക്കുന്നില്ല, ഓർക്കുന്നുണ്ടാവും. നമ്മള് 3 വർഷം മുമ്പ് പെരിന്തൽമണ്ണയിൽ റെലക്റ്റാന്ന് പറഞ്ഞ ക്യാമ്പയിൻ, 3 മാസം 3 മാസം ക്യാമ്പയിൻ നമ്മുടെ MLA പ്രഖ്യാപിച്ചു. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി, അന്ന് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ MSFന്റെ പ്രതിനിധിയായിട്ട് ഞാന്, അതേപോലെ തന്നെ SFIയുടെ പ്രതിനിധികൾ, KSUവിന്റെ പ്രതിനിധികൾ, ഇതിലെ എല്ലാ സംഘടനാ പ്രതിനിധികളെയും ചേർത്ത് പെരിന്തൽമണ്ണയിലെ സ്കൗട്ട്, ഗൈഡ്, JRC വിദ്യാർത്ഥികളെ ഒക്കെ അണിനിരത്തി മനേടി ബസ് സ്റ്റാൻഡ് മുതൽ നമ്മുടെ ടൗൺ സ്ക്വയർ വരെ വലിയൊരു റാലി. പിന്നെ ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്ത പദ്ധതികൾ. അവസാനം ഒരു ഷോർട്ട് ഫിലിം വരും. ഒരു MLA, ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, കേരളത്തിലെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന MLA നമ്മൾ വെറുതെ വാക്കി പറയേണ്ട കാര്യമില്ല, അത് കൃത്യമായി അനർത്ഥമാക്കുന്ന രീതിയിലാണ് MLAയുടെ പ്രവർത്തനം. ഞാൻ പറഞ്ഞു വന്നത് അത് മുസ്ലിം ലീഗിന്റെ MLA ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ക്വാളിറ്റി കിട്ടിയത്. എടുത്തു പറയട്ടെ. അത് ഞാൻ പറയുന്നത് വെച്ചാല് മുസ്ലിം ലീഗിന് അതാത് കാലത്ത് ഇതുപോലുള്ള ജനപ്രതിനിധികളെയും നേതാക്കളെയും സംഭാവന നൽകുന്ന പാണക്കാട് കുടുംബത്തെയാണ് നമ്മള് പിന്നെ കൃത്യമായി സമയാസമയങ്ങൾ ഇപ്പൊ അവസാനമായി നമ്മള് പിന്നെ മുമ്പ് നടന്ന ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു. ബഹുമാനനായ രാജ്യസഭ MP ആകാനെ പുതിയതായൊരു MP പിന്നെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കാൻ മുസ്ലിം ലീഗിന് അവസരം ലഭിച്ചപ്പോൾ എത്രയേ നമ്മളൊക്കെ പ്രതീക്ഷ പല ആളുകളുണ്ട്. ഞാനടക്കം പറഞ്ഞിട്ടുണ്ട്, പല ആളുകളെ പല പേര് പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ സാദിഖലി തങ്ങള് ഒരാളെ തീരുമാനിച്ച് അയാളെ പിന്നെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തപ്പോൾ അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ സാഹിബ് പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ നീതിപീഠമായ സുപ്രീം കോടതിയിലെ അഭിഭാഷകന് എന്നുള്ള നിലക്ക്, ഏറ്റവും ചെറുപ്പക്കാരൻ എന്നുള്ള നിലക്ക് സംഭാവന നൽകുമ്പോൾ നമ്മളിവിടെ നജീബ് സാഹിബ് പറയുന്നത് പോലെ തന്നെ രാജ്യസഭയിലേക്ക് ഹാരിസ് പീരാനെ പറഞ്ഞയച്ചാല് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആ ഒരു അവസരത്തിനൊത്ത് അതാത് കാര്യങ്ങളിൽ, കാരണം പാണക്കാട് പൂക്കോയത്തങ്ങൾ തൊട്ട് ഇപ്പൊ എത്തി നിൽക്കുന്ന പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളിൽ എത്തി നിൽക്കുന്ന ആ ഒരു പരമ്പര ഒരാളെ എടുത്ത് ഒരാളെ കുറച്ച് കാണിക്കേണ്ട ഒരു ലെവലിലല്ല. കാരണം അതാത് കാലങ്ങളിൽ നമുക്ക് പിന്നെ പാണക്കാട് കുടുംബം നമുക്ക് സമ്മാനിക്കുന്ന നേതാക്കൾ ഏറ്റവും പിന്നെ ഹൈലൈറ്റ് ആയിരിക്കും, ഏറ്റവും ഹൈ ആയിരിക്കും. കാരണം പൂക്കോയത്തങ്ങള് പോയപ്പോ നമ്മള് അന്നത്തെ കാലഘട്ടത്തിൽ കരുതിയിട്ടുണ്ടാവും ഇനിയിപ്പോ ഇതുപോലുള്ളൊരു തങ്ങൾ. പിന്നെ സമ്മാനിക്കുന്നത് അതിലും വലിയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ. അത് അയാളെ ഒരു വ്യാഴവട്ടക്കാലം 35 വർഷക്കാലം ഈ സമുദായത്തെയും ഈ പ്രസ്ഥാനത്തെയും മുസ്ലിം ലീഗിനെ ഒരുപാട് മുന്നിൽ നിന്ന് നയിച്ച് എല്ലാം നേടുന്നത്. നമ്മളിങ്ങനെ ഇന്നും നമ്മളെ പിന്നെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പിന്നെ വായതോരാതെ സംസാരിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് വരുന്നതോ ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു വേറിട്ട രൂപത്തിൽ കർക്കശക്കാരനും എല്ലാം കൊണ്ടും പിന്നെ സമുദായവും അതുപോലെ തന്നെ പിന്നെ മതസംഘടനകളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തിത്വം. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് നമുക്ക് നൽകുന്ന സംഭാവന നൽകുന്ന സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ്.
സാധുക്കൾ ശബ്ദങ്ങള് കാര്യങ്ങൾ ഇപ്പൊ മിഞ്ഞാന്നൊക്കെ ആയിട്ട് വിശദത്തില് പിന്നെ ഇഫ്താർ ക്യാമ്പയിനില് കൃത്യമായി തന്നെ സാധുക്കൾ തങ്ങളുടെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവരും, കാരണം നമ്മള് പിന്നെ ബഹുമാനായ പിന്നെ MLA KT ജലീല്, അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത്, അങ്ങനെ ഒരുപാട് എല്ലാ ആളുകളും ഒരുമിച്ച് ഇരുത്തി സ്വാധികരിഷ്ടങ്ങളൊരു കാര്യം ഒരു ടീമിനെ വിളിച്ച് അദ്ദേഹം ഒരു പരിപാടി ഏറ്റെടുക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നു എന്നുണ്ടാകും. അവിടെ രാഷ്ട്രീയം മറന്ന്, മതം മറന്ന്, പിന്നെ മതമേധസ്യന്മാരെ പറഞ്ഞ് ഏറ്റവും ശ്രദ്ധേയമായി സാധിക്കുന്ന നമുക്കിപ്പോ ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയുമ്പോ വത്തിക്കാനിലെ മാർപ്പാപ്പനെ സന്ദർശിച്ച ആ ഒരു നേതാവിനെ സ്വാധികര ശബ്ദങ്ങൾ എന്ന് മുസ്ലിം ലീഗിന്റെ ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരി വത്തിക്കാനിൽ പോയിട്ട് മാർപ്പാപ്പയെ സന്ദർശിക്കുന്ന ഒരു നേതാവ് എന്നുള്ളത് ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ സാദിഖൽ തങ്ങളെ കുറിച്ചും അതോടൊപ്പം തന്നെ ഈ നേതാക്കൾ ഓരോരുത്തരും നമ്മൾ എടുത്തു പറയുമ്പോൾ തങ്ങൾ പണക്കാട് കൊടപ്പനക്കൽ തറവാട്ട് മുറ്റത്ത് നിന്ന് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളെയും ജനപ്രതിനിധികൾ അത് ഒരിക്കലും പാഴായി പോവാത്ത രീതിയിൽ ഒന്നിനെ ഇട്ട് നേരത്തെ ഒരു MLA പറഞ്ഞപ്പോ നമുക്ക് ഒരുപാട് MLA പറയേണ്ടി വന്നു. കാരണം നജീബ് കാന്തപുരത്തെ പറഞ്ഞപ്പോ നമ്മൾ അലി സാഹിബിനെ എണ്ണി, സംസു സാഹിബിനെ എണ്ണി, മജീദ് സാഹിബിനെ എണ്ണി, അങ്ങനെ പിന്നെ എല്ലാവരും ഓരോരുത്തരും ഒരു MLA നിലവിൽ നിയമസഭയിലെ ഒരു MLAയും ഒന്നിനും ഒന്ന് മെച്ചമാണ്. ഓരോ കാര്യത്തിലും കൃത്യമായി കാസർഗോഡ് പിന്നെ മഞ്ചേശ്വരം ഒക്കെ AK വാസഫ് സാഹിബും നെല്ലിക്കുന്നൊക്കെ കൃത്യമായി എവിടെ നിന്നാണ് അവർ ജയിച്ചു വരുന്നത്, എവിടെ നിന്നാണ് അവർ ഈ രാജ്യത്ത് ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഞ്ചേശ്വരത്ത് നിന്ന് BJP-യുടെ കടന്നുകയറ്റമുള്ള ഒരു നിയോജക മണ്ഡലങ്ങളിലൊക്കെയാണ് അവിടെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നൊക്കെ ജയിച്ചു വരുന്ന MLA-മാര്. ഓരോ ഒന്നിനും ഒന്ന് മെച്ചമായിട്ട് അതൊക്കെ പാണക്കാട് തങ്ങളുടെ ആശീർവാദത്തോടു കൂടെ വരുന്ന ഒരു നേതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് എടുത്തു പറയേണ്ട എന്നും മുസ്ലിം ലീഗിന് എന്നുള്ളത് പിന്നെ നമ്മൾ സൂചിപ്പിക്കാം. മുസ്ലിം ലീഗിന് സൂഫി പണ്ഡിതന്മാർ, സൂഫി വൈദ്യന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര് എന്നുള്ള ഒരു നീണ്ട നിരയുടെ ഒരു പുണ്യം, അതിന്റെ ഒരു പിൻബലം, അവരുടെ ഒരു പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് ഇന്നും നേരത്തെ പിന്നെ നബീൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഊതിക്കാച്ചിയ പൊന്നുപോലെ 48-ൽ കായികമില്ലത്ത് പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഇന്ന് അഖിലേന്ത്യാ പ്രസിഡന്റായ അമീർ മില്ലത്ത് ഖാദർ മൊയ്തീൻ സാഹിബ് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് കായികമില്ലത്ത് തൊട്ട് പിന്നെ ഖാദർ മൊയ്തീൻ സാഹിബിന്റെ ഇടയിൽ നമ്മൾ എണ്ണുമ്പോൾ കൃത്യമായും അതാത് കാര്യം ഇന്നിപ്പോ മുനീറ മില്ലത്തിന് പറയുമ്പോഴും സൂഫി വര്യനാണ് ഏറ്റവും സാധാരണ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നത്. എല്ലാ മേഖലയും ഇന്നും അകൈമമായ ബന്ധം തമിഴ്നാട് പിന്നെ സർക്കാരുമായി സ്റ്റാലിനൊക്കെ അകൈമമായ ബന്ധം പുലർത്തി കൃത്യമായി തോളിൽ കൈയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സ്റ്റാലിനെ പോലുള്ള ആളുകള് പിന്നെ മറ്റേ അവസരം നൽകുന്ന ഒരു കാര്യങ്ങൾ അതൊക്കെ എടുത്തു പറയേണ്ട വിഷയങ്ങളാണ്. ഏതായാലും അതേക്കുറിച്ച് 47 അപ്പൊ ഏതായാലും 1 മണിക്കൂറിലേക്ക് അടുക്കുകയാണ്. ഏതായാലും ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുമ്പോൾ ഇനിയും പോയിന്റുകൾ ഒരുപാട് 5-8 മിനിറ്റ് കൂടി നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഇനിയും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട വിഷയങ്ങൾ എന്തെങ്കിലും? അല്ല, പ്രധാനമായിട്ടും മുസ്ലിം ലീഗിന്റെ ഈ ഒരു ഇടപെടലുകൾ തന്നെയാണ്. അത് പാർലമെന്റിനകത്തും പുറത്തും ഉള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ. നേരത്തെ അസഫ് സൂചിപ്പിച്ചതുപോലെ പാണക്കാട് കുടുംബത്തിൻ്റെ ആ ഒരു വലിയ മഹത്വം, സൂഫി തുല്യരായ നേതാക്കന്മാരുടെ ആ ഉദ്ദേശശുദ്ധി, നീയത്ത്, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ നമുക്ക് വാർദ്ധക്യത്തിൻ്റെ ഒരു ആവശ്യകതകളല്ല, പകരം ഏറ്റവും അങ്ങേയറ്റത്തെ ചുറുചുറുക്കോടുകൂടി നമ്മൾ നിന്നത്. പിന്നെ ദേശീയ തലത്തിൽ ഇപ്പോൾ നമ്മളെ പലരും മലപ്പുറം പാർട്ടി, മലബാർ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന വിമർശകരുണ്ടാവുമല്ലോ. രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ ലീഗിന്റെ എംപിമാരെന്ന് പറയുന്നു എന്നാണ് എല്ലാവരും നോക്കുന്നത്. ദേശീയ തലത്തിൽ വലിയ ഇടപെടലുകൾ അത് നമ്മൾ നടത്തുന്നു. നമ്മൾ സാദിഖലി തങ്ങൾ പറഞ്ഞതുപോലെ മണിപ്പൂരിൽ സംഘർഷം നടക്കുന്ന സമയത്ത് മണിപ്പൂരിൽ മുസ്ലിം ലീഗിന് കമ്മിറ്റി ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ അവിടെ പ്രയാസം അനുഭവിക്കുന്നത് മനുഷ്യനാണ് എന്ന ചിന്തയിലാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മണിപ്പൂരിലേക്ക് പോയിട്ട് അവിടെ ഒരു റാലി നടത്തിയ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ട് അതേപോലെ തന്നെ ഓരോ ഭാഗങ്ങളിലും അല്ല ഇന്ത്യ അലയൻസിന്റെ കീഴിൽ MSF-ന്റെ ദേശീയ തലത്തിൽ ഒരു കൺവെൻഷൻ എന്തോ ഇപ്പൊ നടന്നത് ഇന്ത്യ അലയൻസിന്റെ കീഴിൽ MSF-ന്റെ പ്രാധാന്യത്തെ കുറിച്ച് MSF-കാരനെ പറയുമ്പോഴാണ് അതിന്റെ അപേക്ഷ കിട്ടുക. സ്വാഭാവികമായിട്ടും നമ്മളെ അവര് വിളിക്കുമ്പോൾ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ട് MSF-ന് കൃത്യമായിട്ടൊരു ഇടം കിട്ടുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന വലിയൊരു സ്പേസ് ആണ്. അത് നമ്മളുടെ മേലിൽ വർഗീയ ചാപ്പ കുത്താൻ വെമ്പല് കൊള്ളുന്നവരുടെ മുന്നിൽ നമ്മളൊരു സെക്കുലർ രാജ്യത്ത് സെക്കുലർ
മൂവ്മെന്റ് ആണ്, നമ്മുടെ സെക്യുലർ സംഘടനയാണ് എന്ന് രാജ്യം അംഗീകരിക്കുകയാണ്. ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഞാനത് സോഷ്യൽ മീഡിയ കണ്ടപ്പോ അഹമ്മദ് സാജുവിനെ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്യുമ്പോ MSF-നെ ഹൈലൈറ്റ് ചെയ്യുമ്പോ അഹമ്മദ് സാജുവിനൊക്കെ പ്രത്യേകം പരാമർശിക്കേണ്ട കൂടി ഒരു വ്യക്തിത്വമാണ് MSF-ന്റെ അഖിലേന്ത്യാ മുഖം ആയിട്ടുള്ള അഹമ്മദ് സാജു. അദ്ദേഹത്തിന്റെ ഓരോ ഇപ്പൊ നമ്മള് ഈ കേരളത്തിന് പുറത്തേക്ക് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അവിടങ്ങളിൽ ക്യാമ്പസുകളിൽ സർവകലാശാല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അഹമ്മദ് സാജുവിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണൽ കമ്മിറ്റി ചെയ്യുന്ന ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അവരുടെ അത് നമുക്ക് ഇങ്ങനെയൊന്നും നമുക്കത് അനുഭവിക്കുമ്പോഴാണ് സത്യത്തിൽ അതിൻ്റെ വലിപ്പവും അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ, പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയൊരു കരുത്തായിട്ട് ഇപ്പോൾ നമ്മുടെ യുവത തന്നെ, യുവജനങ്ങൾ ആക്റ്റീവായിട്ടുള്ള നമ്മുടെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ, പിന്നെ മുസ്ലിം ലീഗ് നമ്മുടെ സമൂഹത്തിൽ കാണിക്കുന്ന ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്, ഒരു സുതാര്യതയുണ്ട്. ഒരു ഫണ്ട് കളക്ഷൻ വരുമ്പോൾ ആളുകൾക്ക് മുസ്ലിം ലീഗിന് പണം കൊടുക്കാൻ ഇപ്പോൾ CH സെന്റർ, ഇപ്പോൾ തിരുവനന്തപുരം CH സെന്ററിന്റെ അനക്സിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണത്തിന് നമ്മളത് പിരിക്കുന്നത് ആപ്ലിക്കേഷൻ വഴിയാണ്. നമുക്ക് ഒരാൾ ഇപ്പോൾ അഷ്റഫ് ഒരു രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ രൂപയെ കാണും. അത് എങ്ങനെ സുതാര്യമായിട്ട് നമ്മുടെ ഓരോ ഫണ്ട് കളക്ഷനും നമ്മൾ അത് എൻ്റെ പാർട്ടിക്ക് എൻ്റെ ഹദിയ തൊട്ട് ധോത്തി ചലഞ്ച്, അങ്ങനെ ഒരുപാട് ചലഞ്ചുകൾ ഇപ്പോൾ അവസാനം നടന്ന പിരിവടക്കം നമ്മളെ കൈതമില്ലത്ത് സെന്ററിന് വേണ്ടിയിട്ട് KMCക്ക് വേണ്ടി നമ്മൾ പിരിച്ചത്, നമ്മൾ വയനാട് ദുരന്തത്തിന് വേണ്ടി പിരിച്ചത്. നമ്മൾ ഇങ്ങനെ ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഫണ്ട് കൊടുക്കാൻ, പണം കൊടുക്കാൻ ആളുകൾക്ക് വിശ്വാസമാണ്. ആ വിശ്വാസം പാർട്ടി ഒരു സുപ്രഭാതത്തിൽ നേടിയെടുത്തല്ല, നമ്മളുടെ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മളുടെ ചെയ്തികൾ കണ്ട് ആളുകൾക്ക് സ്വയം ബോധ്യപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ അങ്ങോട്ട് പോയതല്ലോ, ആളുകൾക്ക് സ്വയം ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പാണക്കാട് തങ്ങളൊന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്യുന്നു. CH സെന്റർ ഇപ്പൊ നമ്മുടെ പെരിന്തൽമണ്ണ CH സെന്റർ എത്ര പെട്ടെന്നാണ് നമുക്ക് ആ CH സെന്ററിന്റെ പണി പൂർത്തീകരിക്കാൻ. CH സെന്ററിന് ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോഴേക്ക് സ്ഥലം വെറുതെ ഫ്രീ ആയിട്ട് വിട്ടുന്ന കുടുംബം, അതൊക്കെ സിറ്റിസൺ ഫാമിലിനൊക്കെ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഒരു അത് അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ പിതാവിന് വേണ്ടി, പിതാവിന്റെ ഓർമ്മക്ക് വേണ്ടി ആ ഒരു 10 സെന്റ് സ്ഥലം ഇന്ന് CH സെന്ററിന് വിട്ടു വന്നു. എത്ര നമ്മളൊക്കെ CH സെന്റർ പെരുന്തണ്ണ വന്നപ്പോ ആ വാടക കെട്ടിടത്തിൽ ഏറെ കാലം കഴിയേണ്ടിയിരുന്നൊക്കെയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ. പക്ഷെ എത്ര പെട്ടെന്ന് അതിൽ എടുത്തു പറയേണ്ട വ്യക്തിത്വം CH-ന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബ്. അദ്ദേഹം ഒരു വേറിട്ട വ്യക്തിയാണ്. കാരണം CH സെന്ററിലൂടെ എത്ര ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ CH സെന്ററിനെ എത്ര പെട്ടെന്ന് ഹൈ ചെയ്ത് ഏറ്റവും നല്ല രൂപത്തിൽ, കാരണം വർഷങ്ങളായി പ്രവർത്തിക്കുന്ന CH സെന്ററുകളുടെ അതേ ഗണത്തിലേക്ക് പെരിന്തൽമണ്ണ CH സെന്ററിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അതിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിൽ CH സെന്ററിന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബ്. അതേപോലെ തന്നെ നമ്മൾ പരാമർശിക്കണം ഈസാഖാനെ നമ്മൾ തീർച്ചയായിട്ടും അത് ബന്ധാവതായിട്ട് മാഫത്ത് നൽകട്ടെ എന്ന് കൂടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈസാഖയുടെ അകമഴിഞ്ഞ ഒരു പിന്തുണയും സാമ്പത്തികമായും എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് പെരുന്തൽമണ്ണ CH സെന്ററിനുണ്ടായ, അതുപോലെ തന്നെ KP മജീദ് സാഹിബ് പ്രസിഡന്റ്, എല്ലാ നിലയിലും തീർച്ചയായും കുഞ്ഞാബ് സാഹിബ് ഒക്കെ വന്നിട്ട് അവിടെ സംസാരിച്ചത് കൃത്യമായി നമുക്കറിയാം. ഏതായാലും എല്ലാ മേഖലയിലും നമുക്ക് അവസാന ലാഭിലേക്ക് നീങ്ങുകയാണ്. കാരണം മുസ്ലിം ലീഗ് അതാത് കാലങ്ങളിൽ വർത്തമാന കാലഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഞാനൊരു STയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് തൊഴിലാളികളുടെ വിഷയം, സാധാരണക്കാരുടെ വിഷയം, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിലൊക്കെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈയിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ 5000-ഓളം തൊഴിലാളികളെ അണിനിരത്തി സ്വന്തം തൊഴിലാളികളുടെ STU സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന നിലയിൽ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ കക്ഷികളും ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ഒക്കെ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഏറ്റവും ശ്രദ്ധേയമായ അവിടെ സമരമുഖങ്ങൾക്ക് നേതൃത്വം നൽകാൻ സ്വന്തം തൊഴിലാളികളുടെ STUവിന് സാധിക്കുന്നു. അങ്ങനെ എല്ലാ പോഷക ഘടകങ്ങളും ഫിറ്റായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഞാൻ
പിന്നെ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷത്തോടെ ഇന്ന് നമ്മുടെ ഈ വീഡിയോ പര്യവസാനിക്കുകയാണ്. ഞാനടക്കമുള്ളവർ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ ഒരു കാലഘട്ടത്തിലൂടെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനായി, ഒരു സംഘാടകനായി, ഒരു എളിയ പ്രവർത്തകനായി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, ഇന്നത്തെ ഈ സ്ഥാപക ദിനത്തിൽ ഏറെ ശ്രദ്ധേയമായ ചർച്ച കാഴ്ചവെച്ച എൻ്റെ പ്രിയ സുഹൃത്ത്, പ്രസംഗവേദിയിലെ പ്രബോധന പ്രഭാഷകൻ, പ്രിയങ്കരനായ MSFന്റെ മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി അംഗം, പ്രസംഗവേദിയിലെ പ്രബോധന പ്രഭാഷകൻ, ചരിത്ര അധ്യാപകൻ പ്രിയപ്പെട്ട നബീൽ വട്ടപ്പറമ്പിലിന് ഇന്നത്തെ ചർച്ചയിൽ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് പൊതുജനങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതിലുള്ള ഒരു സന്തോഷം ഇവിടെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സ്ഥാപക ദിനത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ചർച്ച പരിവേശിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് മുസ്ലിം ലീഗ്.